തൃശൂരിൽ നടുക്കം സൃഷ്ടിച്ച കൊലപാതക കേസ്. നഗരത്തിലെ പെൺവാണിഭ കേന്ദ്രത്തിൽ ഉണ്ടായ തർക്കം ഒടുവിൽ ഒരാളുടെ ജീവനെടുത്ത സംഭവമായി മാറിയിരിക്കുകയാണ്. ഒഡീഷ സ്വദേശിയായ യുവാവാണ് കൊല്ലപ്പെട്ടത്. കേരളത്തിൽ ജോലി തേടിയെത്തിയ ഒഡീഷ സ്വദേശിയായ ധനപതി നായിക്കിന്റെ ജീവിതമാണ് തൃശൂരിൽ ദാരുണമായി അവസാനിച്ചത്. തൃശൂർ നഗരത്തിലെ ഒരു പെൺവാണിഭ കേന്ദ്രത്തിൽ ഉണ്ടായ സംഘർഷത്തിനൊടുവിലാണ് യുവാവ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. നഗരത്തിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തു വരികയായിരുന്നു ധനപതി നായിക്. പോലീസ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം ധനപതി നായിക് പെൺവാണിഭ കേന്ദ്രത്തിലെത്തിയതിനെ തുടർന്നുണ്ടായ തർക്കമാണ് പിന്നീട് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ആദ്യം വാക്കേറ്റമുണ്ടായെന്നും പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് മാറിയെന്നുമാണ് അന്വേഷണ സംഘം പറയുന്നത്. സംഭവത്തിനിടെ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിന് പിന്നാലെ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്തുണ്ടായിരുന്നവരിൽ നിന്ന് മൊഴിയെടുത്ത പോലീസ് സമീപത്തെ CCTV ക്യാമറകളിലെ ദൃശ്യങ്ങളും പരിശോധിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 4 സ്ത്രീകളും 2 പുരുഷന്മാരും അറസ്റ്റിലായി. കൊല്ലപ്പെട്ട ധനപതി നായിക്കിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ മരണകാരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കുകയുള്ളൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം കേസിൽ ഉൾപ്പെട്ടതായി സംശയിക്കുന്നവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ സംഭവത്തോടെ തൃശൂർ നഗരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്നതായ ആരോപണമുള്ള പെൺവാണിഭ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും വീണ്ടും സജീവമായിരിക്കുകയാണ്. ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെ നേരത്തെയും പരാതികൾ ഉയർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന ശക്തമാക്കാനും പോലീസ് തീരുമാനിച്ചേക്കും. കേരളത്തിലെത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സുരക്ഷയും ക്ഷേമവും സംബന്ധിച്ച് ചർച്ചകൾക്കും ഈ സംഭവം വീണ്ടും വഴിവെച്ചിരിക്കുകയാണ്. സ്വന്തം കുടുംബത്തിന്റെ ഉപജീവനത്തിനായി നാട്ടിൽ നിന്ന് 100 കണക്കിന് കിലോമീറ്റർ അകലെ എത്തി ജോലി ചെയ്യുന്ന നിരവധി തൊഴിലാളികൾ കേരളത്തിലുണ്ട്. അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. സംഭവത്തിന്റെ യഥാർത്ഥ കാരണം എന്തായിരുന്നു, എന്താണ് തർക്കത്തിലേക്ക് നയിച്ചത് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അന്വേഷണത്തിലൂടെയാണ് പുറത്തു വരേണ്ടത്. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന.